രാഷ്ട്രീയ നിരീക്ഷകരെയും എക്സിറ്റ് പോളുകളെയും എന്തിന് രാഷ്ട്രീയ പാർട്ടികളെ പോലും ഞെട്ടിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? കേരള ജനതയെ രാഷ്ട്രീയത്തിൽ നല്ല ബോധ്യമുള്ളവർ എന്ന് നമ്മൾ പറയുമ്പോഴും ആ ജനതയുടെ മനസ്സ് എന്തുകൊണ്ടാണ് ആർക്കും പിടികൊടുക്കാതെ പോകുന്നത്? കേരളത്തിലെ വോട്ടർമാരുടെ മനസ്സ് അതൊരു തുറന്ന പുസ്തകമാണോ, അതോ ആർക്കും വായിച്ചെടുക്കാൻ പറ്റാത്ത കുറെ കണക്കുകൂട്ടലുകൾ നിറഞ്ഞ ഒരു രഹസ്യ പുസ്തകമാണോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. കേരളത്തിലെ ഒരു വോട്ടർ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ അവരുടെ തീരുമാനത്തെ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് ചായക്കടയിലെ ചൂടുള്ള ചർച്ചകളിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ കാഴ്ചപ്പാടാണോ, അതോ വീടിന്റെ മുന്നിലെ പുതിയ ടാറിട്ട റോഡാണോ? സ്ഥാനാർത്ഥിയുടെ ജാതിയും മതവും എത്രത്തോളം പ്രാധാന്യമാണ്, അതോ എല്ലാത്തിനു മുകളിൽ ആരാധിക്കുന്ന നേതാവിനോടുള്ള ഇഷ്ടമാണോ അവസാന വാക്ക്? കേരള രാഷ്ട്രീയത്തിന്റെ കെട്ടുപിടഞ്ഞ ഈ വഴികളിലൂടെ നമുക്കൊന്ന് യാത്ര പോകാം. കേരളത്തിന്റെ ഈ പ്രവചിക്കാൻ പറ്റാത്ത മനസ്സ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കുറച്ചു പുറകിലോട്ട് പോകണം. കേരളം രൂപം കൊണ്ട കാലം മുതൽ ഇവിടുത്തെ വോട്ടർമാർ ഭരിക്കുന്നവരെ എപ്പോഴും ശ്രദ്ധയോടെ നോക്കുന്നവരാണ്. 1957 ലോകത്ത് ആദ്യമായി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്നപ്പോൾ ലോകം മുഴുവൻ കേരളത്തെ അത്ഭുതത്തോടെ നോക്കി. അതൊരു തുടക്കം മാത്രമായിരുന്നു. നവോത്ഥാന ചിന്തകളിൽ വളർന്നു വന്ന ഒരു ജനത തങ്ങളുടെ വോട്ടിന് ഒരു രാഷ്ട്രീയ ആയുധമായി തന്നെയാണ് കണക്കാക്കിയിട്ടുള്ളത്. ഏകദേശം 40 കൊല്ലത്തോളം കേരളം ഒരു പ്രത്യേക ശീലം കാണിച്ചു. അതാണ് ഭരണവിരുദ്ധ വികാരം. ഓരോ 5 വർഷം കൂടുമ്പോഴും ഭരിക്കുന്നവരെ മാറ്റി പ്രതിപക്ഷത്തെ അധികാരത്തിലെത്തുന്ന രീതി. ഇത് ഒരു കൂട്ടർക്കും കൂടുതൽ കാലം അധികാരം കൊടുക്കാതെ നിയന്ത്രിച്ചു നിർത്തുന്ന ഒരു രീതി പോലെയായിരുന്നു. ഒരു മുന്നണിക്കും സ്ഥിരമായി അധികാരം നൽകാതെ മാറി മാറി പരീക്ഷിച്ചതിലൂടെ കേരളത്തിലെ വോട്ടർമാർ 2 മുന്നണികളെയും എപ്പോഴും സമ്മർദ്ദത്തിലാക്കി. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടുത്ത തവണ പുറത്താക്കും എന്നൊരു പേടി ഓരോ സർക്കാരിനും അവർ നൽകി. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരു സർക്കാർ വീണ്ടും അധികാരത്തിൽ വരില്ലെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഉറപ്പിച്ചു പറഞ്ഞു. പക്ഷേ ആ പതിവ് തെറ്റി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വർഷങ്ങളായി തുടർന്നു പോകുന്ന ആ ശീലം കേരളം മാറ്റി. ആരും പ്രതീക്ഷിക്കാതെ ഭരിച്ചുകൊണ്ടിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളം വീണ്ടും ഒരു അവസരം നൽകി. രാഷ്ട്രീയ വിദഗ്ധരുടെ എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ച ആ ജനവിധിയാണ് കേരളത്തിന്റെ വോട്ടർ മനസ്സ് ഒരു തുറന്ന പുസ്തകമാണോ എന്ന ചോദ്യം ഒന്നുകൂടി ഉറക്കെ ചോദിക്കാൻ കാരണം. എന്തുകൊണ്ടാണ് കേരളം ആ ചരിത്രപരമായ മാറ്റത്തിന് തയ്യാറായത്? അതിന്റെ കാരണങ്ങൾ അന്വേഷിക്കുമ്പോഴാണ് നമ്മൾ ഇന്നത്തെ കേരള രാഷ്ട്രീയത്തിന്റെ യഥാർത്ഥ ചിത്രം കാണുന്നത്. കേരളത്തിലെ വോട്ടർമാരുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന കാര്യം ഇപ്പോഴും അവരുടെ രാഷ്ട്രീയ വിശ്വാസമാണ്. ഇടതുപക്ഷം വലതുപക്ഷം എന്ന വേർതിരിവ് ഇവിടെ ഇപ്പോഴും ശക്തമാണ്. വർഷങ്ങളായി ഒരു പാർട്ടിക്കോ മുന്നണിക്കോ മാത്രം സ്ഥിരമായി വോട്ട് ചെയ്യുന്ന ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ കേരളത്തിലുണ്ട്. ഇവർക്ക് രാഷ്ട്രീയം എന്നത് തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം വരുന്ന ഒന്നല്ല, ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ്. പാർട്ടി ഗ്രാമങ്ങളെന്നും കോട്ടകളെന്നും പറയുന്ന സ്ഥലങ്ങൾ അതിന്റെ ഉത്തമ ഉദാഹരണങ്ങളാണ്. ഈ ഉറച്ച വോട്ടുകളാണ് LDFന്റെയും UDFന്റെയും അടിത്തറ. ഇടതുപക്ഷത്തിന് അത് ഭൂപരിഷ്കരണം, പൊതുവിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങളിൽ പണ്ട് ചെയ്ത നല്ല കാര്യങ്ങളുടെ ഒരു തുടർച്ചയാണ്. കോൺഗ്രസ് നയിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിക്കാണെങ്കിൽ അത് ജനാധിപത്യത്തിലും ഓരോ വ്യക്തിയുടെയും സ്വാതന്ത്ര്യത്തിലുമുള്ള വിശ്വാസമാണ്. എന്നാൽ ഈ രാഷ്ട്രീയ വിശ്വാസത്തിന്റെ ഉരുക്കുകോട്ടകൾക്ക് ഇപ്പോൾ ഇളക്കം തട്ടുന്നുണ്ടോ? പുതിയ തലമുറയിലെ വോട്ടർമാർ അവരുടെ അച്ഛനമ്മമാരെ പോലെ ഒരു പാർട്ടിയിൽ മാത്രം ഉറച്ചു നിൽക്കുന്നവരാണോ? ഒരു പരിധി വരെ അല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു പ്രത്യേക കൊടിയുടെ നിറം നോക്കുന്നതിന് പകരം തങ്ങളുടെ ജീവിതത്തിൽ ഒരു സർക്കാർ എന്ത് നല്ല കാര്യമാണ് ചെയ്യുന്നത് എന്ന് ചെറുപ്പക്കാർ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ഈ മാറ്റമാണ് കേരള രാഷ്ട്രീയത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നത്. പാർട്ടിയുടെ കോട്ടയെന്ന് കരുതിയ പല മണ്ഡലങ്ങളിലും അട്ടിമറികൾ സംഭവിക്കുന്നതും പണ്ട് മുതലേ കൂടെ ഉണ്ടായിരുന്ന വോട്ടുകൾ കുറയുന്നതും ഇതിന്റെ സൂചനയാണ്. രാഷ്ട്രീയ വിശ്വാസം ഒരു പ്രധാന ഘടകമായി നിൽക്കുമ്പോഴും ജയിക്കാൻ അതുമാത്രം പോരാ എന്ന ഒരു സ്ഥിതി വന്നിട്ടുണ്ട്. രാഷ്ട്രീയ വിശ്വാസത്തിന്റെ കോട്ടകളിൽ വിള്ളൽ ഉണ്ടാക്കിയ ഒരു പ്രധാന കാര്യമാണ് വികസന രാഷ്ട്രീയം. കഴിഞ്ഞ 10 വർഷമായി കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ചർച്ചകളുടെ എല്ലാം നടുക്ക് വികസനമാണ്. അതിനെ നമുക്ക് രണ്ടായി തിരിക്കാം. ഒന്ന്, ജനങ്ങൾക്ക് സഹായം നൽകുന്ന ക്ഷേമ രാഷ്ട്രീയം. 2, റോഡും പാലവും പോലുള്ള അടിസ്ഥാന സൗകര്യ വികസനം. കൂട്ടിക്കൊടുത്ത പെൻഷൻ, ഭക്ഷ്യക്കിറ്റുകൾ എന്നിവയെല്ലാം ക്ഷേമ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. 2021 തെരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണി വീണ്ടും വിജയിച്ചതിന് പിന്നിലെ ഒരു പ്രധാന കാരണമായി പലരും പറയുന്നത് കോവിഡ് കാലത്ത് കൊടുത്ത ഭക്ഷ്യക്കിറ്റുകളാണ്. ബുദ്ധിമുട്ടുള്ള സമയത്ത് സർക്കാർ കൂടെ ഉണ്ടെന്നുള്ള ഒരു തോന്നൽ ജനങ്ങളിൽ ഉണ്ടാക്കാൻ അതിന് കഴിഞ്ഞു. റോഡും പാലവും പോലുള്ള അടിസ്ഥാന വികസനങ്ങൾ ഒരുക്കുന്നതാണ് രണ്ടാമത്തെ കാര്യം.
പുതിയ പാലങ്ങൾ, ദേശീയപാത വികസനം, കിഫ്ബി വഴിയുള്ള പദ്ധതികൾ ഇവയെല്ലാം ഇതിൽ വരും. ഒരു ഭാഗത്ത് വലിയ വികസനം നടക്കുന്നുവെന്ന് സർക്കാർ പറയുമ്പോൾ മറുഭാഗത്ത് ഈ വികസനത്തിന്റെ പേരിൽ നാട് കടത്തിലാവുകയാണെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. ഇവിടെയാണ് വോട്ടർക്ക് സംശയമുണ്ടാകുന്നത്. കൺമുൻപിൽ കാണുന്ന പുതിയ റോഡാണോ അതോ നാടിന്റെ കടത്തെക്കുറിച്ചുള്ള പേടിയാണോ വലുത്? കയ്യിൽ കിട്ടുന്ന പെൻഷനാണോ അതോ പുതിയ പദ്ധതികളിലെ അഴിമതിയെക്കുറിച്ചുള്ള ആരോപണങ്ങളാണോ വിശ്വസിക്കേണ്ടത്? ഈ ചോദ്യങ്ങൾക്ക് ഓരോ വോട്ടറും നൽകുന്ന ഉത്തരമാണ് ഇന്ന് ജയവും തോൽവിയും തീരുമാനിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് കേരളം പുറത്തു പറയാൻ മടിക്കുന്ന ഒരു സത്യത്തിലേക്കാണ്: ജാതി മത കണക്കുകളുടെ സ്വാധീനം. പുരോഗമനത്തെക്കുറിച്ചും മതനിരപേക്ഷതയെക്കുറിച്ചും വലിയ വായിൽ സംസാരിക്കുമ്പോഴും സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് മുതൽ തെരഞ്ഞെടുപ്പ് ഫലം വരെ ജാതിയും മതവും ഒരു പ്രധാന കാര്യമാണ്. ഓരോ മുന്നണിയും തങ്ങളുടെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് പോലും ഒരു സ്ഥലത്തെ ജാതിയുടെയോ മതത്തിന്റെയോ കണക്കുകൾ നന്നായി നോക്കിയിട്ടാണ്. ഭൂരിപക്ഷ സമുദായത്തിലെ SNDP, NSS പോലുള്ള സംഘടനകളും മുസ്ലിം സമുദായത്തിൽ സ്വാധീനമുള്ള ഇന്ത്യൻ യൂണിയൻ, മുസ്ലിം ലീഗ് പോലുള്ള പാർട്ടികളും പല ക്രിസ്ത്യൻ സഭകളുടെ നിലപാടുകളും തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്. പണ്ടൊക്കെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ കൂടുതലായും UDF-നാണ് വോട്ട് ചെയ്തിരുന്നത്. എന്നാൽ ഈയിടെയായി ഈ കണക്കുകളിൽ മാറ്റം വന്നിട്ടുണ്ട്. 2021 തിരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ സമുദായത്തിലെ ഒരു ഭാഗം വോട്ടുകൾ ഇടതു മുന്നണിക്ക് കിട്ടിയത് അവരുടെ ചരിത്ര വിജയത്തിന് ഒരുപാട് സഹായിച്ചു. അതോടൊപ്പം ഹിന്ദു വോട്ടുകൾ ഒന്നിച്ചു കിട്ടാൻ വേണ്ടി BJP ഒരു മൂന്നാം മുന്നണിയെ ശക്തി നേടാൻ നോക്കുന്നതും ഈ കണക്ക് കൂട്ടലുകളെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുന്നു. ശബരിമല വിഷയം പോലുള്ളവ വിശ്വാസവും തെരഞ്ഞെടുപ്പ് വിഷയമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. പുറമെ ജാതിക്കും മതത്തിനും മുകളിലാണ് നമ്മൾ എന്ന് പറയുമ്പോഴും വോട്ട് ചെയ്യാൻ പോകുമ്പോൾ സ്ഥാനാർത്ഥിയുടെ സമുദായമോ സ്വന്തം സമുദായത്തിന്റെ താല്പര്യങ്ങളോ നമ്മുടെ തീരുമാനത്തെ സ്വാധീനിക്കാറുണ്ടോ? ഈ ചോദ്യത്തിന് എളുപ്പത്തിൽ ഒരു ഉത്തരമില്ല. പക്ഷേ ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന് സമ്മതിക്കാതെ കേരള രാഷ്ട്രീയത്തെ കുറിച്ച് സംസാരിക്കാനേ കഴിയില്ല. അടുത്ത ഒരു ഘടകം രാഷ്ട്രീയ വിശ്വാസമോ നേതാവിനോടുള്ള ഇഷ്ടമോ എന്നതാണ്. അതായത് നേതാവ് എന്ന ഘടകം. പണ്ടൊക്കെ കേരളത്തിൽ പാർട്ടിക്കായിരുന്നു പ്രാധാന്യം, സ്ഥാനാർത്ഥി രണ്ടാമതായിരുന്നു. എന്നാൽ ഇന്ന് നേതാവിനോടുള്ള ഇഷ്ടം വോട്ടായി മാറുന്നത് നമ്മൾ കാണുന്നു. ഒരു ക്യാപ്റ്റൻ എന്ന രീതിയിൽ നേതാവിനെ ഉയർത്തിക്കാട്ടുന്ന പ്രചരണം കേരളത്തിൽ ശക്തമായി കൊണ്ടേയിരിക്കുന്നു. 2021 തെരഞ്ഞെടുപ്പ് ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ആ തെരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണി മുന്നോട്ട് വെച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന മുതിർന്ന നേതാവിനെയായിരുന്നു. പക്ഷെ ഇതൊരു പുതിയ കാര്യമല്ല. K. കരുണാകരൻ, AK ആന്റണി, VS അച്യുതാനന്ദൻ, ഉമ്മൻചാണ്ടി തുടങ്ങിയ നേതാക്കൾക്കെല്ലാം അവരവരുടെ പാർട്ടികൾക്ക് അപ്പുറം പാർട്ടി നോക്കാതെ തന്നെ ആളുകൾക്ക് ഇടയിൽ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. ഇന്ന് നാടൻ നയിക്കുന്ന നേതാവ് ആരായിരിക്കണം എന്ന ചോദ്യം വോട്ടർമാർ ഗൗരവമായി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ആ നേതാവ് ശക്തനാണോ, തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ളവനാണോ എന്നൊക്കെയുള്ള ചിന്തകൾ വോട്ടിനെ സ്വാധീനിക്കുന്നുമുണ്ട്. ഇതുവരെ സംസാരിച്ച കാര്യങ്ങൾക്കെല്ലാം അപ്പുറം തെരഞ്ഞെടുപ്പ് ഫലത്തെ അവസാനം തീരുമാനിക്കുന്ന ഒരു കൂട്ടരുണ്ട്. അവരാണ് നിഷ്പക്ഷ വോട്ടർമാർ. അതായത് മാറി മാറി വോട്ട് ചെയ്യുന്നവർ. അവർ ഒരു പാർട്ടിയിലും ഉറച്ചു വിശ്വസിക്കുന്നില്ല. ഓരോ തെരഞ്ഞെടുപ്പിലും അപ്പോഴത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് അവർ തങ്ങളുടെ തീരുമാനങ്ങൾ മാറ്റും. കേരളത്തിലെ മൊത്തം വോട്ടർമാരുടെ 5 മുതൽ 10% വരെ വരുന്ന ഈ വിഭാഗമാണ് യഥാർത്ഥത്തിൽ ആര് ജയിക്കണമെന്ന് തീരുമാനിക്കുന്നത്. കാരണം ഇരു മുന്നണികൾക്കും ഏകദേശം ഒരേപോലെയുള്ള ഉറച്ച വോട്ടുകൾ ഉള്ളതുകൊണ്ട് ഈ ചെറിയ ശതമാനം വോട്ടുകൾ ആർക്ക് കിട്ടുന്നുവോ അവർ അധികാരത്തിലെത്തും. ചെറുപ്പക്കാർ, പുതിയ വോട്ടർമാർ, നഗരത്തിൽ താമസിക്കുന്നവർ, സോഷ്യൽ മീഡിയ ആശ്രയിക്കുന്നവർ എന്നിവരാണ് ഈ കൂട്ടത്തിൽ കൂടുതലായി വരുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ദിവസങ്ങളിൽ ഉണ്ടാകുന്ന വിവാദങ്ങളും സോഷ്യൽ മീഡിയയിലെ ചർച്ചകളും ഇവരുടെ തീരുമാനത്തെ മാറ്റാൻ സാധ്യതകളുണ്ട്. അരാഷ്ട്രീയവാദികൾ എന്ന് കുറ്റപ്പെടുത്തുമ്പോഴും ഇവർ ഒരു മിണ്ടാത്ത ഭൂരിപക്ഷമാണ്. ചായക്കടയിലോ പാർട്ടി ഓഫീസിലോ ഇവരെ കണ്ടെന്ന് വരില്ല. പക്ഷെ വോട്ട് ചെയ്യുന്ന ദിവസം അവരുടെ മിണ്ടാതെയുള്ള തീരുമാനം കേരളം ആര് ഭരിക്കണമെന്ന് ഉറപ്പിക്കും. അപ്പോൾ നമ്മൾ തുടങ്ങിയ ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. കേരളത്തിന്റെ വോട്ടർ മനസ്സ് ഒരു തുറന്ന പുസ്തകമാണോ? ഈ യാത്രയുടെ അവസാനം നമുക്ക് ഉറപ്പിച്ചു പറയാം, ഇതൊരു തുറന്ന പുസ്തകമല്ല. മറിച്ച് പല അധ്യായങ്ങളുള്ള ഓരോ പേജിലും ചരിത്രവും രാഷ്ട്രീയ വിശ്വാസവും വികസനവും ജാതിമത കണക്കുകളും എല്ലാം ചേർന്ന വായിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു വലിയ പുസ്തകമാണ്. കേരളത്തിലെ ഒരു വോട്ടർ ഏതെങ്കിലും ഒരു കാര്യം മാത്രം നോക്കിയല്ല തീരുമാനമെടുക്കുന്നത്. അത് പല കാര്യങ്ങളും ചേർന്ന ഒന്നാണ്. ചിലപ്പോൾ രാഷ്ട്രീയ വിശ്വാസം, മറ്റ് ചിലപ്പോൾ വികസനം, അല്ലെങ്കിൽ നേതാവിനോടുള്ള ഇഷ്ടം. ഈ കാര്യങ്ങളെല്ലാം ശരിയായ രീതിയിൽ ഒന്നിച്ചു ചേർക്കുന്ന മുന്നണി വിജയിച്ചു വരും. അതുകൊണ്ടാണ് കേരളം എപ്പോഴും ആർക്കും ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത ഒന്നായി തുടരുന്നത്. ഓരോ തെരഞ്ഞെടുപ്പിലും ഈ കാര്യങ്ങളുടെ പ്രാധാന്യം മാറിക്കൊണ്ടേയിരിക്കും.
അതുകൊണ്ട് തന്നെ കേരളത്തിലെ വോട്ടർമാരുടെ മനസ്സ് വായിക്കാൻ ശ്രമിക്കുന്നത് എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കുന്ന ഒരു പുഴയുടെ ഒഴുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ്. ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തായിരിക്കും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ എഴുതുക. ഈ ചർച്ച നമുക്ക് അവിടെ തുടരാം. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി. ബൈ.